Hey guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റമാണ് കൊഴുക്കട്ട. ഈ സാധനം ഞാൻ ഇങ്ങനെ വെറുതെ ഷോർട്സോ റീൽസോ എന്തോ കണ്ടുകൊണ്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കൊഴുക്കട്ട വീഡിയോ കണ്ടു. അത് കണ്ടപ്പോൾ മുതൽ എനിക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാൻ ഒരു കൊതി. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് ആദ്യമായിട്ട് ഇതിൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ തേങ്ങയൊക്കെ ചെരുകി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്താണെന്ന് എനിക്ക് ഒരൊറ്റ ചാനലൊന്നും കണ്ടിട്ട് പറയാനില്ല. കാരണം ഞാൻ കുറേ ചാനൽസൊക്കെ എന്താ പറയുക നോക്കി എൻ്റേതായൊരു അവിയൽ പരുവത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കണ്ടിട്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഐറ്റമാണ്. അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നു. അറിയില്ല, എന്താണെങ്കിലും നോക്കാം. ഗൈസ്, ശർക്കര കിട്ടിയിട്ടുണ്ട്. നമുക്ക് ശർക്കര കുറച്ചായിട്ട് ഇടാം. ഇത് ഇടിച്ചിടേണ്ട കാര്യം മിക്കവാറും സാരമില്ല, നമുക്കിപ്പം അഡ്ജസ്റ്റ് ചെയ്തിടാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ ഈ മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റാണെന്ന് ഞാൻ പറയില്ല. ഇതൊക്കെ എൻ്റെ ഒരു കൈക്കണക്കിന് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തൊരു 3 ശർക്കര എടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് 1 ഗ്ലാസ് വെള്ളം, അതാണ് ഞാൻ എടുത്തത്. ഇപ്പം ഞാൻ എൻ്റെ അളവ് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ 1 ഗ്ലാസ് വെള്ളം. ഈ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണോ എന്നറിയില്ല, കാരണം ഞാനിത് വറ്റിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ട വീഡിയോസിൽ 1/4 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ്. പിന്നെ നിങ്ങൾ എക്സ്പേർട്സ് ഉണ്ടായിരിക്കും, അവർ എൻ്റെ അടുത്ത് ക്ഷമിക്കണം. ഇതെൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. ബിഗിനേഴ്സ് ആർക്കെങ്കിലും ഹോസ്റ്റലിലൊക്കെ നിൽക്കുക, അല്ലെങ്കിൽ പുറത്ത് ഇപ്പോൾ ഫ്രണ്ട്സായിട്ടൊക്കെ നിൽക്കുന്നവർ സൺഡേസ് എൻജോയ് ചെയ്യണം, അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണെങ്കിൽ അടിപൊളിയായിട്ടൊരു സാധനമാണ്. പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇത് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. പിന്നെ ലോ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലൊക്കെ ഇങ്ങനെ ഇത്ര വെള്ളം അതുകൊണ്ട് ഞാനിത് അടച്ചു വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തത്. അപ്പം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ കുറച്ച് നേരം. അപ്പോഴേക്കും ബാക്കിയെല്ലാം ചെയ്യാമല്ലോ എന്നുള്ള ഒരു മൈൻഡും കൂടി ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം എടുത്തു, കാരണം ഞാൻ ഇടിക്കൊന്നും ചെയ്യാതല്ലേ ശർക്കര എടുത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു പാത്രത്തിൽ വെള്ളം എടുക്കുക, അത് തിളപ്പിക്കാനാണ്. ആദ്യം ഞാൻ 1 സ്പൂൺ ഉപ്പിട്ടു, പിന്നെ 1 സ്പൂൺ പഞ്ചസാര ഇട്ടു. അതിനുശേഷം ഞാനിവിടെ 1 സ്പൂൺ എണ്ണയാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണ ഒഴിക്കണം എന്നാണ് ഞാൻ ഏതൊരു വീഡിയോയിൽ കണ്ടത്, പക്ഷേ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തതെന്ന് തോന്നുന്നു. ഏതെങ്കിലും ഒരു എണ്ണ എടുക്കുക, അതാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അത് തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യാം. ഒന്നുമില്ല ഗൈസ്, ഞാൻ എൻ്റെ ഒറ്റ കയ്യിൽ 2 കൈ വെച്ചിട്ടുണ്ട് ഇതെല്ലാം ചെയ്യാൻ. അതുകൊണ്ട് ലെറ്റ്സ് സീ എന്താവുന്നു. ഭയങ്കര ചൂട്. പിന്നെ ഞാൻ ഒഴിച്ച എണ്ണ, എൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ഒഴിക്കാനായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞത്. ഏതൊരു വീഡിയോയിൽ ഷോർട്സൊക്കെ ഞാൻ കണ്ടു കേട്ടോ. പക്ഷേ ഇത് സൺഫ്ലവർ ഓയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമില്ല, എണ്ണയായി പോരെ. മീൻവൈൽ നമുക്ക് നമ്മുടെ ശർക്കര ഉണ്ടായി നോക്കാം. വാവ്, ശർക്കര ഇപ്പം നന്നായിട്ട് ശർക്കര കലിഞ്ഞലിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ ഗൈസ്, നമ്മളിത് ഉടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, തന്നെ അലിഞ്ഞോളൂ. ഇനി നമുക്കിതിനെ അടച്ചു വെക്കണ്ട കേട്ടോ, കുറച്ച് നമുക്കിങ്ങനെ വറ്റിക്കാം. കാരണം ഇത് ഇത്രയും വെള്ളം പോലെ ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ കുറച്ച് വെള്ളം കൂടുതലാവാനാണ് ചാൻസ്. അപ്പം നമുക്കിതിൻ്റെ ഫ്ലെയിം വേണമെങ്കിൽ ഒന്ന് കുറച്ച് കൂട്ടി വയ്ക്കാം. ഈ ഒരു ഗ്ലാസ്സിൽ അളന്നിടാം. 1 ഗ്ലാസ് മതി. ഓക്കെ, 1 ഗ്ലാസ് മതി. അമ്മ 1.5 ഗ്ലാസ്സാണ് പറഞ്ഞത്, പക്ഷേ എൻ്റെ തേങ്ങയുടെ അളവ് കുറവുകൊണ്ട് നമുക്ക് 1 ഗ്ലാസ് ആക്കാം. ഇതിന് അടിയാണോ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പം ഇത് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഇടും. അങ്ങനെ ഞാൻ അരിപ്പൊടി അവിടെ ഒഴിച്ച് വെക്കുമ്പോഴാണ് നമ്മുടെ ശർക്കര ഇങ്ങനെ സിറപ്പാക്കാൻ വെച്ചത് തിളച്ച് വന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നേരത്തെ ചിരകി വെച്ച ആ തേങ്ങ ഉണ്ടല്ലോ അതെല്ലാം ഒഴിക്കുക. എന്നിട്ട് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. പിന്നെ ഏലക്ക പൗഡറും കൂടെ കുറച്ചിടാൻ വേണ്ടിയിട്ട് ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഏലക്ക പൊടിച്ചതൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പം ഞാൻ അതിട്ടില്ല. അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതും ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ട് അതും എടുത്ത് മാറ്റുകയാണ് കേട്ടോ. പിന്നെ നമ്മളിത് മെല്ലെ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചെടുത്തിട്ട് ഒരു മാവ് പോലെ വെക്കുക. എന്ത് ചെയ്യാനാണ്. എനിക്കിങ്ങനെ ഓരോ റീലൊക്കെ കാണുമ്പോൾ, എനിക്കിങ്ങനെ ഒരു ഫുഡൊക്കെ കാണുമ്പോൾ അത് ഇത് കഴിക്കാനൊക്കെ തോന്നും. എൻ്റെ ഏറ്റവും കൂടുതൽ പൈസ കളയുന്നത് ഞാൻ ഫുഡിലാണ്. അതാണ് എനിക്ക് ഇത്രയും കാലം കൊണ്ട് മനസ്സിലായത്. അതേപോലെ എന്നെ ഇങ്ങനെ കൊതിപ്പിക്കാൻ വേണ്ടി ഓരോ വീഡിയോസ് വരും. ഈ റീൽസ് കണ്ടുകൊണ്ട് വെറുതെ ഇരുന്നിരുന്ന ഞാനൊരു കൊഴുക്കട്ടയുടെ വീഡിയോ കണ്ടപ്പോൾ അതുണ്ടാക്കാൻ തോന്നിയത്. ഓരോരോ പ്രാന്ത് എന്നാണ് എനിക്കിതിന് പറയാനുള്ളത്. കാരണം ഞാനങ്ങനെ എപ്പോഴൊന്നും കയറാറൊന്നുമില്ല, പക്ഷെ എനിക്ക് ഓരോ തോന്നലിൽ ഞാനങ്ങ് കയറിപ്പോവും. അടിപൊളി സാധനം വന്നിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല ചൂടായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതിലും കൂടുതൽ എനിക്ക് വറ്റിക്കാൻ പറ്റണമല്ലോ. ഒരുപാട് ഞാൻ ഇളക്കിയാണ് ഈ ഒരു അവസ്ഥയിലെത്തിച്ച്. ഇനി നമുക്കിതിനൊക്കെ ഇതുപോലെ സംഭവമാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് വെക്കണം.
നമുക്കിതിനെ മെല്ലെ മെല്ലെ ഫില്ല് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇത് ഒന്നും നടക്കാൻ പറ്റില്ല. ഈ ഫില്ല് ചെയ്ത് വെക്കാൻ ഈ വീഡിയോസിലൊക്കെ നമ്മൾ കാണുന്ന പോലെ അല്ലെങ്കിൽ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന പോലെ അത്ര എളുപ്പമല്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഒന്നാമത് എൻ്റെ മാവ് ഇങ്ങോട്ട് ഒട്ടുന്നുണ്ടായിരുന്നില്ല കറക്റ്റായിട്ട്. ഞാൻ കഷ്ടപ്പെട്ടാണ് എന്നെ റൗണ്ട് ഷേപ്പിലൊക്കെ ആക്കിയത്. അവസാനം അതിനെ പല പല ഷേപ്പിലാക്കേണ്ടി വന്നു. പക്ഷേ ഉള്ളിലുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളിയായിരുന്നു. അപ്പം ഞാൻ ഇതിനൊരു മോമോസ് പോലെ ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തതാണിത്. അത് ശരിയാവാതെ പിന്നെ ഞാൻ റൗണ്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് എങ്ങനെയോ ഉള്ളിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ജോലി അത് സ്റ്റീം ചെയ്യലാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് അമ്മ വന്നിട്ടുണ്ട്. നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാം. ഇതാ അമ്മ. കാണാനുള്ള ലുക്കില്ലെങ്കിലും നല്ല ടേസ്റ്റാണെന്ന് തോന്നുന്നു. ഇല്ല. അങ്ങനെ നമ്മുടെ വെയിറ്റ് ചെയ്ത് ഇത്രയും നേരം കഷ്ടപ്പെട്ടുണ്ടാക്കിയ സംഭവം റെഡി ആയിട്ടുണ്ട്. പക്ഷേ ചൂടാവുകൊണ്ട് ഞാൻ കുറച്ച് തണുക്കട്ടെ എന്ന് വിചാരിച്ച് അവിടെ വെച്ചിരിക്കുകയാണ്. കാണുമ്പം നല്ല ലുക്കുണ്ട്. ഞാൻ പ്രതീക്ഷിച്ച അത്ര ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാണാൻ. അതായത് ഞാൻ സ്റ്റാർട്ടിങ് അത് ഫില്ലിങ് മടക്കാൻ തുടങ്ങിയപ്പം എനിക്കിത് എവിടേക്കാണ് പോണേന്ന് അറിയില്ലായിരുന്നു. അവസാനമായപ്പോഴേക്കും ഞാൻ ചെറുതായിട്ടൊരു എക്സ്പേർട്ടായിട്ട് ഞാൻ അത്യാവശ്യം നല്ലപോലെ അതിനെ ഉണ്ട ആക്കിയിട്ടുണ്ടായിരുന്നു. കഴിച്ച് നോക്കിയപ്പോഴായിരുന്നു മക്കളെ വേറെ ലെവലായിരുന്നു. അതിൻ്റെ പുറത്തുള്ള ആ ഒരു ഇത് ഇത്തിരി ഹാർഡായിരുന്നു, ഭയങ്കര സോഫ്റ്റ് ആയിരുന്നില്ല. അത് തൊടുമ്പോൾ തന്നെ അലിഞ്ഞു പോകണ ആ ടൈപ്പൊന്നും അല്ലായിരുന്നു. പക്ഷേ അത് പെർഫെക്റ്റ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. എനിക്കിതിൻ്റെ ടേസ്റ്റ്, ഈ ഉള്ളിലുള്ള ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റ് തോന്നിയത് ഇവിടെ അങ്ങാടിപ്പുറം അമ്പലത്തിൽ രക്തപുഷ്പാഞ്ജലിയുടെ പ്രസാദം കിട്ടും. അത് ഇങ്ങനെ ശർക്കരയും തേങ്ങയൊക്കെ കൂടെ ഇങ്ങനെ വറ്റിച്ചിട്ടുള്ളത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേ സെയിം ടേസ്റ്റാണ് എനിക്ക് ഇന്ന് തോന്നിയത്. അതുകൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ ഒരുപാടൊന്നും വെച്ചില്ല കേട്ടോ, ഞാൻ രണ്ടെണ്ണം എടുത്ത് വെച്ചു. അപ്പം ഈ ഷോർട്ട് കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ട്രൈ ചെയ്യുകയും ചെയ്യും കേട്ടോ.